പദവിയിൽ 100 ദിവസം പൂർത്തിയാക്കിയ വേളയിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൊഹ്റാൻ മംദാനി. ഞായറാഴ്ച നടന്ന റാലിക്കിടെയാണ് 5 സ്ഥലങ്ങളിലായി ആരംഭിക്കാനൊരുങ്ങുന്ന പലചരക്ക് കട പദ്ധതിയിൽ ആദ്യത്തേത് ന്യൂയോർക്കിലെന്ന് പ്രഖ്യാപിച്ചത്. ഒരു വലിയ പരീക്ഷണത്തിന് സമയമായിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മംദാനി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. സർക്കാർ പലചരക്ക് കടകൾ സാധാരണക്കാരുടെ ഭക്ഷണ ചെലവ് കുറയ്ക്കുമെന്ന് മംദാനി ഉറപ്പിച്ചു പറയുന്നു. തന്റെ ഈ പദ്ധതിയെ മഹാമാന്ദ്യത്തിന്റെ കാലത്തെ സർക്കാർ ഇടപെടലുകളോട് ഉപമിച്ച മംദാനി റൊട്ടി, മുട്ട തുടങ്ങിയ അത്യാവശ്യ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മേയറായി തന്റെ ആദ്യ 100 ദിവസങ്ങൾ പൂർത്തിയാക്കിയതിന്റെ ദിവസമായി സംഘടിപ്പിച്ച റാലിയിലാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവായ മംദാനി പ്രഖ്യാപനം നടത്തിയത്. 5 ബറോകളിലായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന 5 നഗരസഭാ സ്റ്റോറുകളിൽ ആദ്യത്തേത് ഈസ്റ്റ് ഹാർലമിലെ ലാ മാർക്കറ്റയിലായിരിക്കും. 2027 അവസാനത്തോടെ ആദ്യ സ്റ്റോറും 2029ഓടെ 5 പ്രവർത്തന സജ്ജമാക്കാനാണ് ലക്ഷ്യം. തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന താങ്ങാനാവുന്ന വിലയിൽ ഭക്ഷ്യവസ്തുക്കൾ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണിതെന്ന് മംദാനി പറഞ്ഞു. ഭക്ഷ്യശൃംഖല കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുമ്പോൾ വില കൂടുന്നു. അത്യാവശ്യ സാധനങ്ങൾ ആഡംബരമായി മാറുന്നു. വിപണി പരാജയപ്പെടുന്നിടത്ത് ഇടപെടാനാണ് നഗരസഭയുടെ ഈ പബ്ലിക് ഓപ്ഷനെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാടകയോ വസ്തുനികുതിയോ നൽകേണ്ടതില്ലാത്തതിനാൽ മുട്ട, റൊട്ടി തുടങ്ങിയ ആവശ്യ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകാൻ കഴിയുമെന്നാണ് മേയറുടെ വാദം. ഈസ്റ്റ് ഹാർലമിൽ നഗരസഭയുടെ ഉടമസ്ഥതയിൽ ഗ്രോസറി സ്റ്റോർ ആരംഭിക്കാനുള്ള മേയർ സൊഹ്റാൻ മംദാനിയുടെ നീക്കത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ്. പദ്ധതിയുടെ പ്രായോഗികതയെ ചോദ്യം ചെയ്യുന്ന വിമർശകർ ഇത് പ്രാദേശിക ചെറുകിട കച്ചവടക്കാരുടെ സാമ്പത്തിക നില തകർക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. ഉയർന്ന പ്രവർത്തന ചെലവും കുറഞ്ഞ ലാഭവുമായി മല്ലിടുന്ന ചെറുകിട വ്യാപാരികൾക്ക് നികുതി ഇളവുള്ള സർക്കാർ സ്റ്റോറുകളോട് മത്സരിക്കാനാവില്ലെന്ന് നാഷണൽ സൂപ്പർ മാർക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അന്റോണിയോ പെന പറഞ്ഞു. ഇത് തങ്ങളുടെ മുഖത്തേറ്റ പ്രഹരമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. സർക്കാർ സ്റ്റോറുകൾക്ക് നികുതിയും വാടകയും ഇല്ലാത്തത് സ്വകാര്യ വ്യാപാരികളോടുള്ള വിവേചനമാണെന്ന് വിമർശനവുമുണ്ട്. ഇത്തരം സ്റ്റോറുകൾ വന്നാൽ അടുത്തുള്ള സ്വകാര്യ കടകൾ പൂട്ടേണ്ടി വരുമെന്നും ഇത് തൊഴിലില്ലായ്മയ്ക്ക് കാരണമാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ന്യൂയോർക്ക് ഒരു സോഷ്യലിസ്റ്റ് നഗരമല്ലെന്നും ഇത്തരം സർക്കാർ ഇടപെടലുകൾ പഴയ സോവിയറ്റ് യൂണിയനിലെ പോലെ ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുമെന്നും റിപ്പബ്ലിക്കൻ നേതാവും ജസ്റ്റീറ്റ്സ് ഉടമയും പറയുന്നു. $70 ലക്ഷം ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിക്ക് സിറ്റി കൌൺസിലിന്റെ അംഗീകാരം ആവശ്യമാണ്. നഗരസഭാ സ്റ്റോറുകൾ നടത്തുന്നതിലെ വെല്ലുവിളികൾ അധികൃതർ തിരിച്ചറിയുന്നില്ലെന്ന് കൊളംബിയ ബിസിനസ് സ്കൂളിലെ ഒരു പ്രൊഫസറും പറഞ്ഞു. സബ്സിഡികളും നഷ്ടങ്ങളും കാരണം ഇത് ഭാവിയിൽ വലിയൊരു രാഷ്ട്രീയ ബാധ്യതയായി മാറുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വിമർശനങ്ങൾ ശക്തമാണെങ്കിലും മംദാനി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സർക്കാർ ബിസിനസ്സുകൾ വിജയിക്കില്ലെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ മത്സരത്തിനായി ഞാൻ കാത്തിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കടുത്ത വില പ്രതിസന്ധിക്കിടെ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് മംദാനി ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. വരുമാനമോ പിൻകോഡോ പരിഗണിക്കാതെ എല്ലാ ന്യൂയോർക്കുകാരനും താങ്ങാവുന്ന വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കും. കോർപ്പറേഷനുകൾ ഭക്ഷ്യവിതരണ ശൃംഖല നിയന്ത്രിക്കുമ്പോൾ വിലക്കയറ്റത്തിന് കാരണമാകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ആഡംബരങ്ങളായി മാറുമെന്നും വിപണി പരാജയപ്പെട്ടെടുത്ത് സർക്കാർ ഇടപെട്ടേ മതിയാകുമെന്നും അദ്ദേഹം പറയുന്നു. സിറ്റി കൌൺസിലിന്റെ അംഗീകാരം ആവശ്യമുള്ള പദ്ധതിക്ക് ഏകദേശം $70 മില്യൺ ചിലവ് പ്രതീക്ഷിക്കുന്നത്. $30 മില്യൺ മാൻഹട്ടനിലെ 115 സ്ട്രീറ്റിലും പാർക്ക് അവന്യൂലുമായി 9,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്റ്റോറിനായി നീക്കിവെക്കും. ഈ സ്റ്റോറുകളിൽ പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ വരുമ്പോൾ കൃത്യമായ വില വ്യത്യാസം മനസ്സിലാക്കാനാകുമെന്നും അവശ്യ സാധനങ്ങളുടെ കാര്യത്തിൽ ആ ഉറപ്പ് തരാനാവുമെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ഈ പദ്ധതി തങ്ങളുടെ അസോസിയേഷനിൽ പങ്കാളികളായ സ്റ്റോറുകൾക്ക് ഏറ്റ കനത്ത പ്രഹരമാണെന്നായിരുന്നു നാഷണൽ സൂപ്പർ മാർക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞത്. രാവിലെ മുതൽ രാത്രി വരെ ക്യൂവിൽ കാത്തിരുന്നാലേ സാധനങ്ങൾ കിട്ടുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. ന്യൂയോർക്ക് ഒരു സോഷ്യലിസ്റ്റ് നഗരമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതേസമയം ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച 100 വ്യക്തികളുടെ ടൈം മാഗസിൻ പട്ടികയിൽ ഇടം പിടിച്ചതിന് പിന്നാലെ ന്യൂയോർക്കിൽ അതിസമ്പന്നർക്ക് കനത്ത നികുതി ചുമത്തി മേയർ സൊഹ്റാൻ മംദാനി രംഗത്തെത്തിയിരുന്നു. നഗരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആഡംബര വീടുകൾക്ക് പെറ്റ് എറ്ററ നികുതി ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അധികാരമേറ്റ് 100 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ നിർണായക തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കുന്നത്. ബുധനാഴ്ച പുറത്തിറങ്ങിയ ടൈം മാഗസിൻ പട്ടികയിൽ ലോകത്തെ പ്രമുഖ നേതാക്കൾക്കൊപ്പമാണ് സൊഹ്റാൻ മംദാനി ഇടം പിടിച്ചത്. ന്യൂയോർക്ക് നഗരത്തിലെ താഴ്ത്തട്ടിലുള്ള ജനങ്ങളെ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാക്കിയതിനും വാടക കുറയ്ക്കൽ, സൗജന്യ ബസ് യാത്ര തുടങ്ങിയ പുരോഗമനപരമായ നിലപാടുകൾക്കുമാണ് മംദാനി ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവർക്കൊപ്പമാണ് 34-കാരനായ ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവിന്റെ സ്ഥാനം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.